ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കണ്ണുനീരിനെക്കുറിച്ച് ധ്യാനിക്കാം. ആ രാത്രിയിലെ കോഴിയുടെ കൂകൽ അത് അയാളുടെ ഹൃദയത്തിൽ ആഞ്ഞാഞ്ഞു തറച്ചു. അത് ഒരോർമ്മപ്പെടുത്തലായിരുന്നു, തൻ്റെ ഗുരുവിൻ്റെ സ്നേഹമന്ത്രണം. പത്രോസിൻ്റെ മനസ്സ് തേങ്ങി, ഹൃദയം പിടഞ്ഞു. കുറ്റബോധത്താൽ തകർന്ന ഹൃദയത്തിൻ്റെ ഗദ്ഗതങ്ങൾ കണ്ണുനീർ ചാലുകളായി അണപൊട്ടി ഒഴുകുവാൻ തുടങ്ങി. ആ കണ്ണുനീർ ചാലുകളിലൂടെ അയാൾ കണ്ടു സ്നേഹത്താൽ വിണ്ടുകീറിയ, തന്നെ ഉറ്റുനോക്കുന്ന തരളിതമായ തൻ്റെ ഗുരുവിൻ്റെ മുഖം. കണ്ണുകൾ തമ്മിലിടഞ്ഞു. കുറ്റബോധം തകർത്ത ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ അനുതാപ കണ്ണുനീർ, സ്നേഹക്കണ്ണുനീരായി രൂപാന്തരപ്പെടുന്ന അനർഗള നിമിഷങ്ങൾ. തന്നിൽ തന്നെ അഭിമാനിച്ചിരുന്ന, എല്ലാം സ്വന്തം കഴിവുകൾ കൊണ്ട് നേടാമെന്ന് വിചാരിച്ചിരുന്ന ശിലാഹൃദയനായ പത്രോസ് കർത്താവിൻ്റെ സ്നേഹകടാക്ഷത്തിന് മുൻപിൽ തന്നെ തന്നെ പൂർണ്ണമായും അടിയറ വെച്ച നിമിഷങ്ങളായിരുന്നു അവ. അതിനുശേഷം സംഭവിക്കുന്നതെല്ലാം ചരിത്രപരമായ സത്യങ്ങൾ. വെറും പത്രോസിൽ നിന്ന് വിശുദ്ധ പത്രോസിലേക്കുള്ള യാത്രയുടെ ആരംഭമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു തപസ് കാലത്തിലേക്ക് കടക്കുവാനുള്ള കൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ കോഴിയുടെ കൂകൽ അത് ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ തപസ്സുകാലത്ത്. ആ സ്വരം നിന്റെ ഹൃദയത്തെ ഉലയിക്കുന്നുണ്ടോ? ഗുരുവിൻ്റെ സ്നേഹമന്ത്രണങ്ങൾ നിന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടോ? ആ മുഴക്കം ഹൃദയത്തിൻ്റെ തേങ്ങലാകട്ടെ. ഈ തേങ്ങലുകൾ കണ്ണുനീർ ചാലുകളായി ഒഴുകട്ടെ. അങ്ങനെ ഗുരുവിൻ്റെ സ്നേഹകടാക്ഷത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി നൽകുവാൻ, അതുവഴി ഒരു പുതിയ വ്യക്തിയിലേക്കുള്ള രൂപാന്തരീകരണം സംഭവിക്കുവാൻ ഈ തപസ്സുകാലം നമ്മെ ക്ഷണിക്കുന്നു. ഓരോ ദിവസവും ദൈവ തിരുമുൻപിൽ അണയുമ്പോൾ കണ്ണുനീർ മാത്രമേ നിനക്കുള്ളൂ? വിഷമിക്കേണ്ടട്ടോ, തമ്പുരാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശാക്തീകരണത്തിനായി, വിശുദ്ധീകരണത്തിനായി, രൂപാന്തരീകരണത്തിനായി. അവൻ്റെ, അവളുടെ, നമ്മുടെ, അനേകരുടെ ഓരോ കണ്ണുനീർ തുള്ളികളും കുപ്പിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന തമ്പുരാൻ അതെല്ലാം അങ്ങനെ മുത്തുച്ചിപ്പികളായി മാറ്റിമറിക്കുന്നു. മറക്കല്ലേ, വർഷങ്ങളോളം തൻ്റെ പുത്രനു വേണ്ടി കണ്ണുനീരൊഴുക്കിയ മോനിക്ക പുണ്യവതിയെയും ആ കണ്ണുനീരിൻ്റെ പുത്രനായ വിശുദ്ധ അഗസ്റ്റിനെയും. സ്നേഹം നിറഞ്ഞവരെ, സമയം സമാഗതമായി. പശ്ചാത്താപ വിവശരായി നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയുമുള്ള അനുതാപ കണ്ണുനീർ ദൈവ തിരുമുമ്പിൽ നമുക്കൊഴുക്കാം. ഓരോ കണ്ണുനീർ തുള്ളികളും ശേഖരിക്കുന്ന സ്വർഗപിതാവ് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒരു പുതിയ ജീവിത പാതയിലേക്ക്, വിശുദ്ധിയുടെ പാതയിലേക്ക് ഈ നോയമ്പുകാലത്തിലൂടെ നയിക്കട്ടെ. അങ്ങനെ നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് കഴിയട്ടെ. ഇളകാതെ, പതറാതെ, ലോകാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന ആ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, ആ കർത്താവിൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ യാത്ര നമുക്ക് തുടരാം. ഈശോ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.